ശരിക്കും പറഞ്ഞാൽ ഇത്രയും നാളും ഞാൻ വരുന്ന ഓരോ ഡ്രോയും നോക്കിയിരിക്കാറുണ്ട്. ഇത്ര സ്കോർ ഇല്ലെങ്കിലും നോക്കാറുണ്ട്. എത്ര വിളിച്ചത്, അതിൻ്റെ ഒരു ട്രെൻഡ് എങ്ങനെയാണ് പോകുന്നതെന്നൊക്കെ നോക്കാറുണ്ട്. പക്ഷേ ഈ നാട്ടിൽ പോകേണ്ട എക്സൈറ്റ്മെൻറ്റ് കൊണ്ടും പിന്നെ ഓൾറെഡി 2 വർഷത്തെ വർക്ക് പെർമിറ്റ് കിട്ടിയല്ലോ, അപ്പോൾ ആ ഒരു സമാധാനത്തിൽ ഞാൻ ആ 2 മാസമായിട്ട് ഇതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അതായത് ഡ്രോ വിളിക്കുന്നുണ്ടോയെന്നോ, എത്ര സ്കോറെന്നോ, എത്ര പേർക്ക് കിട്ടിയെന്നോ ഒന്നും മൈൻഡേ ചെയ്യാറില്ല. എൻ്റെ മൈൻഡിലപ്പം വേറെ കുറേ നല്ല നല്ല കാര്യങ്ങളായിരുന്നു. ഇത് ഓർത്ത് ടെൻഷൻ അടിക്കേണ്ടല്ലോ എന്ന് വെച്ചാൽ ഞാൻ നോക്കുന്നില്ലായിരുന്നു. നാട്ടിൽ പോകാനുള്ള എക്സൈറ്റ്മെൻറ്റ് ഞാനിരിക്കും. എനിക്ക് ആ സമയത്ത് ഇൻവിറ്റേഷൻ പോയിട്ട് എന്താ പറയുക, അതിൽ ഒട്ടും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ആ സമയത്ത്. അപ്പോഴാണ് നോക്കിയപ്പം കാണുന്നത് കഴിഞ്ഞ ദിവസം വിളിച്ച ഡ്രോ 508 7 അങ്ങനെ എന്തോ സ്കോറാണ് വിളിച്ചേക്കുന്നത്. അപ്പോൾ അതിലാണ് 518 എന്ന് പറഞ്ഞ് എനിക്ക് വന്നേക്കുന്നത്. എനിക്ക് കൺഫ്യൂഷനായി, ഇനി ഇവർക്ക് മാറിപ്പോയതാണോ, കാരണം എൻ്റെ ആണോ ഇത് വേറെ ആരെങ്കിലും ആയിരിക്കും. കാരണം ഇപ്പം 400 എത്രയിലും സ്കോറാണ് എനിക്കെന്ന് പറഞ്ഞാൽ ഞാൻ ചിലപ്പം വിശ്വസിച്ചേനെ. അപ്പോൾ ഈ 440 എവിടെ കിടക്കുന്നു, 518 എവിടെ കിടക്കുന്നു, അപ്പോൾ ഇത്രയും സ്കോറിൻ്റെ വ്യത്യാസം എങ്ങനെ വരാനാ? അപ്പോൾ എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇത് എൻ്റെ ആണെന്ന്. അങ്ങനെ ഞാൻ ഈ കൺസൾട്ടൻറ്റുമായിട്ട് സംസാരിക്കണമല്ലോ, എന്നാലേ എനിക്കൊരു ക്ലാരിറ്റി വരത്തുള്ളൂ. അപ്പം ഞാനിത് അങ്ങനെ അധികം ആരോടും പറഞ്ഞൊന്നുമില്ല. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഞാൻ ഇങ്ങനെ പറയുന്നത്, എനിക്കിങ്ങനെ ഇൻവിറ്റേഷൻ കിട്ടി, എനിക്കറിയത്തില്ല കറക്റ്റ് ആണോ എന്നറിയത്തില്ല, ആരോടും പറയണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്കാണെങ്കിലും ഈ കൺസൾട്ടൻറ്റിനോട് സംസാരിക്കാതെ ഒരു സമാധാനമില്ല. അവരിത് അവരുടെ വായിന്ന് പറയണം എനിക്ക് കിട്ടിയതാണ്, എങ്കിലേ എനിക്ക് വിശ്വസിക്കാൻ പറ്റത്തുള്ളൂ. അങ്ങനെ നോക്കിയിരുന്ന് ഈ കൺസൾട്ടൻ്റ് എന്നെ വിളിച്ചിട്ട് ഭയങ്കര ഹാപ്പിയിൽ കൺഗ്രാജുലേഷൻസ് ഒക്കെ പറയുന്നു. അപ്പം ഞാൻ അവരോട് ചോദിക്കുന്നു, എൻ്റെ തന്നെ ആണോ, എനിക്കിങ്ങനെ കൺഫ്യൂഷനുണ്ട്, എങ്ങനെ എനിക്ക് എത്ര സ്കോർ കിട്ടിയത്, എനിക്ക് ഇത്ര സ്കോർ ഇല്ലായിരുന്നല്ലോ എന്ന് ഞാൻ ഇങ്ങനെ അവരോട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നത്, എനിക്ക് 445 എങ്ങാണ്ട് ഉണ്ടായിരുന്നല്ലോ, അതിൻ്റെ കൂട്ടത്തിൽ ഈ LMI അപ്രൂവ് ആയപ്പം ഈ LMIയുടെ ഒരു 50 പോയിൻ്റ് കൂടെ കിട്ടി. അപ്പം 490 എത്രയായി. അതിൻ്റെ കൂട്ടത്തിൽ ഞാൻ കാനഡയിൽ വന്നിട്ട് ഈ B-ലെവൽ ജോബിൽ 2 വർഷത്തെ എക്സ്പീരിയൻസ് ആയപ്പം അതിന് എത്രയോ സ്കോർ കൂടി. അപ്പോൾ എല്ലാം കൂടെ ആയപ്പോൾ എനിക്ക് 518 അപ്പോൾ എനിക്കിത് ശരിക്കും ഭയങ്കര ഷോക്കിങ് ആയി. എൻ്റെ ലൈഫിൽ ഞാൻ ഇത്രയും ഷോക്കായിട്ടില്ല. കാരണം അത്രയ്ക്കും ഞാൻ ഞെട്ടിപ്പോയി എനിക്ക് കിട്ടിയെന്ന് പറഞ്ഞപ്പോൾ. കാരണം 9 ദിവസം കഴിഞ്ഞാൽ നാട്ടിൽ പോകാൻ നിൽക്കുന്ന ആൾക്കാരെ ഇനി അപ്പം നാട്ടിൽ പോകാൻ പറ്റുമോ എന്നുള്ളതായിരുന്നു അടുത്ത ക്വസ്റ്റ്യൻ. അങ്ങനെ ഈ ലോയറിനോട് ചോദിക്കുന്നു, എനിക്ക് നാട്ടിൽ പോകാൻ പറ്റുമോ, ഞാൻ 29-ാം തീയതി പോവാണ് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ഇവരെന്നോട് പറഞ്ഞ് പോയാലും ഒരു 15 ഡേയ്സ് വല്ലതും നിന്നിട്ട് തിരിച്ച് വരിക, അത്ര അത്യാവശ്യമാണെങ്കിൽ പോയാൽ മതി, അല്ലെങ്കിൽ ഇതൊക്കെ കഴിഞ്ഞിട്ട് പോകാം. അപ്പോൾ അവർ പറഞ്ഞ്, പോകുന്നുണ്ടെങ്കിൽ പൊക്കോ, പോയിട്ട് വേഗം വാ, എന്നിട്ട് നമുക്ക് പേപ്പർ വർക്ക് ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു. ഈ ലോയർ എൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയ ഡോക്യുമെൻറ്റ്സ് എല്ലാം എനിക്ക് അയച്ചു തരുന്നു. അതിൽ എഴുതിയിട്ടുണ്ട് 60 ദിവസത്തിനുള്ളിൽ ഡോക്യുമെൻറ്റ്സ് സബ്മിറ്റ് ചെയ്യണം, അതായത് PR-ൻ്റെ ഡോക്യുമെൻറ്റ്സ് എല്ലാം സബ്മിറ്റ് ചെയ്യണം. 60 ദിവസം കഴിഞ്ഞാൽ തന്നെത്താനെ ഡിക്ലൈൻ ആയി പോകും. അപ്പോൾ അതുകൊണ്ട് അതിന് മുന്നേ എല്ലാം ചെയ്യണം. അപ്പം ഞാൻ നാട്ടിൽ പോവുകയാണെങ്കിൽ 15 ദിവസം കഴിഞ്ഞ് തിരിച്ച് വന്നിട്ട്, അതായത് PCC വേണമല്ലോ നാട്ടിൽ, അത് കിട്ടാൻ തന്നെ ഒരു 45 ഡേയ്സ് എടുക്കും. അപ്പം നാട്ടിൽ പോയിട്ട് വന്നിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ 45 ഡേയ്സിനുള്ളിൽ കിട്ടാൻ ചാൻസ് ഇല്ലല്ലോ. അല്ലെങ്കിൽ എന്നോട് അവർ പറഞ്ഞൊരു ഓപ്ഷനാണ്, ഈ ഇൻവിറ്റേഷൻ നിങ്ങൾ ഡിക്ലൈൻ ചെയ്യുക, അപ്പം നിങ്ങൾക്ക് അടുത്തതിനകത്ത് കിട്ടും. അപ്പം അങ്ങനെ ചെയ്യാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു, അത് വേണ്ട, കിട്ടിയ സാധനം എന്തായാലും ഞാൻ കളയാൻ റെഡിയല്ല, എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും നാട്ടിൽ പിന്നായാലും പോവാം, ഞാൻ ഈ കാര്യത്തിൽ ഫോക്കസ് ചെയ്യുവാണ്, ഞാൻ എന്തായാലും ഡിക്ലൈൻ ചെയ്യുന്നില്ല, ഇതിൽ തന്നെ ഞാൻ മുന്നോട്ട് പോകാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, എങ്കിൽ ഹസ്ബൻഡും മോനും നാട്ടിൽ പോട്ടെ, ഞാനിവിടെ നിൽക്കാനായി. അപ്പോൾ അവർ ഞാനില്ലാതെ പോകത്തില്ല എന്ന് പറഞ്ഞു. അപ്പം പിന്നെ എല്ലാവരും പോകണ്ടെന്ന് പറഞ്ഞാൽ നമ്മൾ ടിക്കറ്റ് പോസ്റ്റ്പോൺ ചെയ്യുക. അപ്പോൾ എന്നത്തേക്ക് പോസ്റ്റ്പോൺ ചെയ്യണമെന്ന് നമുക്കറിയത്തില്ല. ഇത് പോസ്റ്റ്പോൺ ചെയ്യുന്നതിനും എല്ലാത്തിനും ഒരു ലിമിറ്റ് ഉണ്ടല്ലോ. ടിക്കറ്റ് മാറ്റാൻ നോക്കുമ്പോഴായാലും ഭയങ്കര റേറ്റ്. ഈ ടിക്കറ്റ് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി മാത്രം ഞങ്ങൾക്ക് 1,00,000 റുപ്പീസ് ആയിരുന്നു 3 പേർക്ക് കൂടെ. അപ്പോൾ അതും നമുക്ക് കറക്റ്റ് ഡേറ്റ് അറിയത്തില്ല. ഒരു ഊഹം പോലെ ഒരു മാർച്ച് ലാസ്റ്റിലേക്ക് ടിക്കറ്റ് എടുത്തു. കാരണം ആ ടൈമിലേക്ക് എന്തെങ്കിലുമൊക്കെ റിസൾട്ട് വരുമായിരിക്കും PR. അത് കഴിഞ്ഞ് മെയിലോട്ടൊക്കെ നോക്കുമ്പോൾ ഭയങ്കര പൈസയാണ്. അപ്പോൾ അയാൾ തന്നെ പറഞ്ഞു, നിങ്ങൾ എന്തിനാ ഇത്ര പൈസ വെറുതെ കളയുന്നത്, മാർച്ചിലോട്ട് എടുക്കാം. അപ്പം ഞങ്ങൾ വിചാരിച്ചു എന്തായാലും മാർച്ചിലോട്ട് എടുക്കാം, ഇനി വരുന്നത് പോലെ നോക്കാം, ആ ടൈമിൽ എന്താണോ വരുന്നത് അതുപോലെ ചെയ്യാം, ഇപ്പം അതിനെക്കുറിച്ച് ഓർക്കണ്ടെന്നുള്ള രീതിയിൽ. പിന്നെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ സർപ്രൈസായിട്ട് പോകാൻ പ്ലാൻ ചെയ്തുകൊണ്ട് വീട്ടുകാർക്ക് നമ്മൾ ചെല്ലുന്നതെന്ന് അറിയത്തില്ലല്ലോ. അതുകൊണ്ട് അവർക്കിതൊരു വിഷമമായില്ല. കാരണം നമ്മളെ പ്രതീക്ഷിക്കുന്നില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നു. പക്ഷെ നമുക്ക് ഒരു വിഷമമായിരുന്നു, പോകാൻ ഇത്രയും ആഗ്രഹിച്ച് ലാസ്റ്റ് മിനിറ്റിൽ പോകാൻ പറ്റാതായപ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നു. പക്ഷെ ആ വിഷമത്തേക്കാൾ ഉപരി ഭയങ്കര സന്തോഷമായിരുന്നു. കാരണം ഈ ഇൻവിറ്റേഷൻ കിട്ടിയതും, കാരണം നനയ്ക്കാത്ത സമയത്ത് കിട്ടിയെന്നൊക്കെ പറയത്തില്ല, അതുപോലെ എൻ്റെ മനസ്സിൽ 1% ഇത് കിട്ടുമോ ഉണ്ടെങ്കിൽ ഞാൻ ഒരിക്കലും നാട്ടിൽ പോയി IELTS എഴുതാൻ വേണ്ടി ബുക്ക് ചെയ്തിടത്തില്ലല്ലോ. അപ്പോൾ അത്രയും പോലും എൻ്റെ ഞാൻ ഒട്ടും പ്ലാൻഡ് അല്ലായിരുന്നു. എൻ്റെ ഒരു ഡോക്യുമെൻറ്റ്സ് ഇല്ല, PCC ഇല്ല, ഒന്നുമില്ല. അപ്പോൾ ഒന്നുമില്ലാത്തടുത്ത് ഞാൻ സ്ക്രാച്ചിൽ നിന്ന് എല്ലാ ഡോക്യുമെൻറ്റ്സും സെറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഈ PR-ന് വെക്കണമെങ്കിൽ കുറേ ഡോക്യുമെൻറ്റ്സ് വേണം, എല്ലാം 60 ദിവസത്തിനുള്ളിൽ കൊടുക്കുകയും വേണം.
പക്ഷേ ഈ PCC നാട്ടിലോട്ട് അപ്ലൈ ചെയ്തെങ്കിലും ഇന്ത്യയിലെ PCC നമുക്ക് തിരിച്ചിവിടെ കിട്ടാൻ 45 ഡേയ്സ് എടുക്കും. എനിക്ക് തോന്നുന്നു ഞാനൊരു 58ാമത്തെ ദിവസമാണ് എൻ്റെ പേപ്പറെല്ലാം സബ്മിറ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് PCC കിട്ടാൻ നല്ലപോലെ ലേറ്റായി. PR-ൻ്റെ ഇൻവിറ്റേഷൻ കിട്ടിയെങ്കിലും എനിക്കും മോനും മാത്രമായിരുന്നു ഇൻവിറ്റേഷൻ കിട്ടിയത്. കാരണം ഹസ്ബൻഡിൻ്റെ ഫയല് നമ്മൾ ആഡ് ചെയ്തിട്ടില്ലായിരുന്നു. കാരണം ആ ടൈമിൽ ഹസ്ബൻഡിൻ്റെയും കൂടെ ആഡ് ചെയ്യുമ്പോൾ എൻ്റെ സ്കോർ ഭയങ്കരമായിട്ടും കുറയുമായിരുന്നു. അപ്പോൾ ആ ലോയർ എന്നോട് പറഞ്ഞത് എൻ്റെ മാത്രം ചെയ്യുക, എന്നിട്ട് വൺസ് എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ആളുടെ നമുക്ക് പിന്നെ അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞ പോലെ ഞാൻ അങ്ങനെ ഫോളോ ചെയ്യുകയായിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഒരാളുടെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഹസ്ബൻഡിന് വേണമെങ്കിൽ നാട്ടിൽ പോവോ വരുമോ എന്ത് വേണമെങ്കിലും ചെയ്യാം, ഇതൊന്നും ആളെ ബാധിക്കുന്നില്ല. പക്ഷേ എന്നെ ഇതെല്ലാം ബാധിക്കുന്നുള്ളതുകൊണ്ട് പിന്നെ ആളും പോയില്ല. നമ്മൾ 3 പേര് ഇവിടെ തന്നെ. സെപ്റ്റംബറിൽ എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടി. നവംബർ ആയപ്പോൾ ഞാൻ PR-ൻ്റെ എല്ലാ ഡോക്യുമെൻറ്റ്സും സബ്മിറ്റ് ചെയ്തു. പിന്നുള്ള ദിവസങ്ങളെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര എന്താ പറയണ്ടേ, നമ്മളിങ്ങനെ കാത്തിരിക്കുക, എന്താ അതിൻ്റെ ഓരോരോ സ്റ്റെപ്പ് എന്താന്ന് നോക്കിയിരിക്കുക എന്തായി. ഇതിൻ്റെ പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര വെരിഫിക്കേഷനും കാര്യങ്ങളും ഒക്കെ ഒത്തിരി ഉണ്ട്. നമ്മുടെ ക്രിമിനാലിറ്റി ചെക്ക് ചെയ്യുക, മറ്റെന്തൊക്കെയോ കാര്യങ്ങൾ ചെക്കിങ് ഒക്കെ ഉണ്ട് ഇതിനകത്ത്. അപ്പോൾ അതെല്ലാം ഇങ്ങനെ അതിൻ്റെ പ്രോസസ്സിങ് നടന്നുകൊണ്ടിരിക്കും. അപ്പോൾ എവിടെയെങ്കിലും ഒരു ചെറിയ എററോ എന്തെങ്കിലും ഒരു മിസ്റ്റേക്ക് അവർ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ അവർ നമ്മുടെ പേപ്പറും കാര്യങ്ങളെല്ലാം റിജക്റ്റ് ആക്കും. PR-ൻ്റെ ഒരു ഹാഫ് പ്രോസസ്സിങ് കഴിഞ്ഞെങ്കിലും നമ്മുടെ പേപ്പർ ഇനി റിജക്റ്റ് ആകത്തില്ല, ആ ഒരു സ്റ്റേജിൽ എത്തിയിട്ടുള്ളൂ. അപ്പോൾ ഇനിയും ഉണ്ട് കുറച്ചുകൂടെ പ്രോസസ്സ്. അപ്പം എന്തായാലും നാട്ടിൽ പോകാൻ പറ്റുമോ അതിൻ്റെ ഇടയ്ക്ക്? കാരണം ഇനി ടിക്കറ്റ് മാറ്റുക എന്ന് പറഞ്ഞാൽ അത് ചിന്തിക്കാൻ പോലും വയ്യ. കാരണം ഇത്ര രൂപ നമ്മൾ നാട്ടിൽ പോകാൻ വേണ്ടി സ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ അങ്ങനെ നമ്മൾ കളയുമ്പോൾ നമുക്കൊരു വിഷമമല്ലേ. എന്തെങ്കിലും വാങ്ങിച്ച് കളയുകയാണെങ്കിൽ നമുക്ക് അങ്ങനെ പറയാം. ഇത് ചുമ്മാ എക്സ്റ്റെൻഡ് ചെയ്യാനാണ് ഈ 1 lakh അവർ ചോദിക്കുന്നത്. അപ്പോൾ ഇനി എന്തായാലും എക്സ്റ്റെൻഡ് ചെയ്യാൻ താല്പര്യമില്ല. അപ്പം ഞാൻ പിന്നെ അത് അന്വേഷിക്കാൻ തുടങ്ങി. അതായത് ഇങ്ങനെ പല ഗ്രൂപ്പുകളിലും കയറി ആൾക്കാരോടൊക്കെ ഇങ്ങനെ നാട്ടിൽ പോയവരുണ്ടോ, പ്രോസസ്സിങ്ങിൻ്റെ ഇടയിൽ പോയവരുണ്ടോ, എന്താണെന്നൊക്കെ തിരക്കാൻ തുടങ്ങി. അപ്പോൾ ഇങ്ങനെ കുറേ പേര് പോയവരെയൊക്കെ ഞാൻ ചാറ്റ് ചെയ്തു. അപ്പോൾ അവർ പറഞ്ഞ് പോകുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ IRCCനെ ഇൻഫോം ചെയ്യണം, നമ്മളിതുപോലെ പോകാമെന്നും തിരിച്ചെന്നാ വരുന്നതെന്നൊക്കെ അവരെ ഇൻഫോം ചെയ്യണമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ എൻ്റെ ലോയർ ഓൾറെഡി എന്നോട് പറഞ്ഞു പോകാൻ കുഴപ്പമില്ല, പൊക്കോ, പക്ഷേ 2-3 മാസവും നിൽക്കാൻ പറ്റത്തില്ല, മാക്സിമം ഇത്ര ഡേയ്സ് നിൽക്കാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ ടിക്കറ്റ് എടുത്തേക്കുന്നതാണെങ്കിലും 43 ഡേയ്സോ അങ്ങനെ എന്തോ ആയിരുന്നു. അപ്പോൾ അതൊരു വലിയ പ്രശ്നമില്ലായിരുന്നു. അപ്പോൾ അവർ പറഞ്ഞിട്ടും എനിക്ക് അത്രയും ഒരു വിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് പോയ ആൾക്കാരെയൊക്കെ കണക്ട് ചെയ്തിട്ട് അവരോടൊക്കെ ചോദിക്കുന്നത്. അതായത് എനിക്കറിയാത്ത ആൾക്കാരാണ്, അങ്ങനെ കുറേ ആൾക്കാരോട് ചാറ്റ് ചെയ്ത് ചോദിക്കുന്നുണ്ട്. അതും കൂടാതെ പിന്നെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ രാവിലെ എണീറ്റിരുന്ന IRCCയുടെ കസ്റ്റമർ കെയറിലോട്ട് വിളിച്ചിട്ട് ചോദിക്കുക, ഇതുപോലെ എനിക്ക് നാട്ടിൽ പോകാനുണ്ട്, പക്ഷേ എൻ്റെ പേപ്പർ വർക്ക് നടന്നുകൊണ്ടിരിക്കുക, പോകാൻ പറ്റുമോ? അപ്പോൾ അവരുടെ ഏജൻറ്റ് പറയും പോകാം, പക്ഷേ ഇൻഫോം ചെയ്യണം, അതായതാന്ന് പറയുന്നുണ്ട്. ഓക്കെ, അത് പറഞ്ഞ് കട്ട് ചെയ്തു. എന്നിട്ടും വിശ്വാസം പോരായിട്ട് നാളെ വീണ്ടും വിളിക്കുക അടുത്ത ഏജൻറ്റുമായിട്ട്. അങ്ങനെ ഒരു 3-4 ഏജൻറ്റുമായിട്ട് ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ എല്ലാവരും പറയുന്നത് പോകാൻ പറ്റും, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ PR-ൻ്റെ ഫൈനൽ സ്റ്റേജ് എത്തുമ്പോഴത്തേക്ക് നമ്മുടെ 2 പോർട്ടൽ ഓപ്പൺ ആവും. അതിൽ ഫസ്റ്റ് പോർട്ടൽ ഓപ്പൺ ആയാൽ അവർ ചോദിക്കുന്ന ഒരു ചോദ്യം എന്ന് വെച്ചാൽ ആർ യു ഇൻസൈഡ് കാനഡ എന്നുള്ള ക്വസ്റ്റ്യനാണ്. അപ്പം നമ്മൾ കാനഡയുടെ പുറത്താണെങ്കിൽ നമുക്കത് എങ്ങനെ ആൻസർ ചെയ്യാൻ പറ്റും? അപ്പം ഇവിടെ വേണമെന്നുള്ളതാണ് അതിൻ്റെ ഇത്. അപ്പം യെസ് പറയുവാണെങ്കിൽ നമുക്ക് കുഴപ്പമില്ല, പക്ഷെ നോ പറയുവാണെങ്കിൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുക്കണം. നമ്മൾ എന്തുകൊണ്ട് കാനഡയിൽ ഇല്ല, എന്നാണ് തിരിച്ചു വരുന്നത്, അതിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം കൊടുക്കണം. അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്തോ, ഞാൻ ഈ മാർച്ച് 26-ാം തീയതി പോകുന്നതിന് മുന്നേ എനിക്കിതൊക്കെ വരും, അപ്പോൾ ഓക്കെ ആയിട്ട് കുഴപ്പമൊന്നുമില്ലാതെ പോവാം. പക്ഷേ മാർച്ച് 26-ാം തീയതി ആയിട്ടും ഈ പോർട്ടൽ റിക്വസ്റ്റ് ഒന്നും ഓപ്പൺ ആവുന്നില്ല. നമ്മൾ എന്തായാലും പോകാൻ പ്ലാൻ ചെയ്യുവാണല്ലോ, അപ്പം പോകാം. അപ്പം ഇവരൊക്കെ പറഞ്ഞ പോലെ നാട്ടിൽ ചെല്ലുമ്പോഴായിരിക്കും ഇത് വരുന്നതെങ്കിൽ, അപ്പോൾ ഈ പോർട്ടലിൻ്റെ റിക്വസ്റ്റ് വരുമ്പോൾ ഞാൻ ആൻസർ ചെയ്യണ്ടേ? അപ്പം നാട്ടിലാണെങ്കിൽ എനിക്ക് യെസ് കൊടുക്കാൻ പറ്റത്തില്ലല്ലോ, കാനഡയിൽ ഇല്ല, എവിടെയാണ് നമ്മളെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൊടുക്കണമല്ലോ. അപ്പം അങ്ങനെ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുമായിരുന്നു. കുറേ പേരെന്നോട് പറഞ്ഞു, എൻ്റെ ഫ്രണ്ട്സൊക്കെ എന്നോട് പറഞ്ഞു പോകല്ലേ, നിൽക്ക്, എല്ലാം കഴിഞ്ഞിട്ട് എല്ലാം റെഡി ആയിട്ട് നീ പോയാൽ മതി, അപ്പോൾ നിനക്ക് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകത്തില്ല. പക്ഷേ ഞാൻ നോക്കിയിട്ട് എനിക്ക് വേറെ പ്രശ്നമൊന്നുമില്ല. ഇപ്പം എനിക്ക് കിട്ടാനുള്ള PR ആണെങ്കിൽ അവരവിടെ പിടിച്ചു വെക്കത്തൊന്നുമില്ലല്ലോ. ഞാൻ വന്നിട്ടായാലും എനിക്ക് തരും. പിന്നെ എനിക്ക് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. എനിക്ക് വർക്ക് പെർമിറ്റ് കിടക്കുക 2026 വരെ. ഒരുപാട് പേരെന്നോട് നെഗറ്റീവായിട്ട് പറയുന്നുണ്ടായിരുന്നു. അത് ശരിക്കും അങ്ങനെ നമ്മളെ ഇതാക്കി പറയുന്നതല്ല, അവരുടെ ഒരു ഇതുണ്ടല്ലോ, അതായത് അവരുടെ ഒരു കൺസേൺ ഉണ്ടല്ലോ, എന്തിനാ റിസ്ക് എടുക്കുന്നതെന്നുള്ളത്. നമ്മളിപ്പം എന്ത് കാര്യം റിസ്ക് ആണെങ്കിലും അത് അന്വേഷിക്കുക. എന്ത് കാര്യം റിസ്ക് ആണെങ്കിലും ഒരാൾ പറയാം പോകാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ കാര്യമെന്ന് ഞാനങ്ങനെ കേട്ടോ. ഞാൻ എന്ത് കാര്യമാണെങ്കിലും അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ടും, അതിപ്പം 10 പേര് പറഞ്ഞാലും ഞാൻ 11ാമത്തെ ആളോടും വീണ്ടും ചോദിക്കുക. കാരണം എനിക്ക് ആ ഒരു വിശ്വാസമാകാൻ വേണ്ടിയിട്ട്. അപ്പം ഞാൻ പോയാലും എനിക്ക് നഷ്ടം വരാനൊന്നുമില്ല. പക്ഷെ ഞാൻ പോയില്ലെങ്കിൽ എൻ്റെ പൈസ ഓൾറെഡി ഇത്രയും വേസ്റ്റായി, ഇനിയും വേസ്റ്റാവും. അപ്പോൾ എനിക്ക് അത് ചെയ്യാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് അപ്പം ഞാൻ എല്ലാവരോടും പറയുന്നുണ്ട്, ഇങ്ങനെ പോകാൻ പറ്റും,
നിങ്ങൾ തിരക്കി നോക്കുക, അങ്ങനെ പോകാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അവരൊക്കെ പറയുന്നുണ്ട് പറ്റുമെങ്കിലും ഇല്ലെങ്കിലും റിസ്ക് എടുക്കണ്ട, അത് കിട്ടിക്കഴിഞ്ഞിട്ട് സമാധാനത്തെ പോകാമല്ലോ എന്നാണ് പറയുന്നത്. പക്ഷേ ഞാൻ പറയല്ലേ, എനിക്ക് പോകണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ എന്താ, ഞാൻ അതിനെക്കുറിച്ച് ഭയങ്കരമായിട്ട് അന്വേഷിക്കും. ഇപ്പം ഇത്രയും ലോയർ പറഞ്ഞു, ഇങ്ങനെ പോയ ഇത്രയും പേരോട് സംസാരിച്ചു, അല്ലെങ്കിൽ IRCസിനെ വിളിച്ച് സംസാരിച്ചു, ഇത്രയും പേര് പറഞ്ഞാലും ഞാൻ അടുത്തൊരാളെ വീണ്ടും കാണുമ്പോൾ വീണ്ടും ചോദിക്കുക ഇങ്ങനെ പോകാൻ പറ്റുമോ. അപ്പം ഞാനിങ്ങനെ 2-3 പേരെ കളക്ട് ചെയ്ത് വെക്കുക. കാരണം എന്നെപ്പോലെ ഇതുപോലെ നാട്ടിൽ പോയ റീസെൻ്റ്ലി പോയ ആൾക്കാരെ കളക്ട് ചെയ്ത് വെച്ചിട്ട് എന്നും അവർക്ക് മെസ്സേജ് അയക്കാൻ തുടങ്ങി, എന്തായി നിങ്ങളെന്നാ തിരിച്ചു വരുന്നത്, അതായതാന്ന് പറഞ്ഞ് ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി. അപ്പം ഇങ്ങനെ ഗ്രൂപ്പിലൊക്കെ നമ്മൾ കയറി കഴിഞ്ഞാൽ ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഇങ്ങനെ പല സിറ്റുവേഷനും നമ്മളുമായിട്ട് സിമിലർ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട്. അപ്പം നമുക്കൊരു ഡൗട്ട് വന്നാലും നമുക്ക് ചോദിക്കാം. കാരണം ഇപ്പോൾ ഒരാൾ പറയുക പറ്റുമായിരിക്കും എന്ന് പറയുന്നതിനെക്കാട്ടിലും ഒരാൾ പോയിട്ട് വന്ന് ഒരാൾ പറയാം ഞാൻ ഇതുപോലെ പോയിട്ട് വന്നു, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായില്ല, അപ്പം നമ്മൾ അവരെയല്ലേ കൂടുതൽ വിശ്വസിക്കട്ടെ. എന്നാൽ ഞാൻ നോക്കുമ്പോൾ എന്തായാലും എൻ്റെ ഫൈനൽ ഡിസിഷൻ വരെ വന്നു, അപ്രൂവ് ആയിട്ടിരിക്കുക സാധനം. അപ്പോൾ ഇനി പോർട്ടലല്ലേ ഓപ്പൺ ആകാനുള്ളൂ, അതിനിയും വരുന്നിടത്ത് വെച്ച് കാണും. ഞാൻ എന്തായാലും നാട്ടിൽ പോകാം, കാരണം അത്രയും കൊതിച്ച് നിൽക്കുക നമ്മൾ നാട്ടിൽ പോകാൻ. അന്ന് കൊതിച്ചിട്ട് പോകാൻ പറ്റിയില്ല, രണ്ടാമത് നമ്മൾ വീണ്ടും സർപ്രൈസായിട്ട് പോകാൻ റെഡിയായി. അങ്ങനെ ഞാൻ നാട്ടിൽ മാർച്ച് 26-ാം തീയതി പോയി. ഒരു ഏപ്രിൽ ലാസ്റ്റൊക്കെ ആയപ്പോൾ എനിക്ക് പോർട്ടൽ റിക്വസ്റ്റ് ഓപ്പൺ ആയി. ഹാവ് യു ഇൻസൈഡ് കാനഡ എന്നുള്ള ക്വസ്റ്റ്യൻ വന്നു. അപ്പോൾ എൻ്റെ ലോയർ എനിക്കൊരു ഇമെയിൽ ഫ്രെയിം ചെയ്ത് തന്നു. അതായത് ഞാൻ കാനഡയിൽ ഇല്ലെന്നും ഇപ്പം നാട്ടിലാണെന്നും വെക്കേഷന് വന്നതാണെന്നും ഇന്ന ഡേറ്റിൽ ഞാൻ തിരിച്ച് കാനഡയിൽ ലാൻഡ് ചെയ്യുമെന്നും റിട്ടേൺ ടിക്കറ്റ് അതിൽ അറ്റാച്ച് ചെയ്യാനും പറഞ്ഞു. അങ്ങനെ ഞാൻ അവർക്ക് മെയിൽ അയക്കുന്നു, ഞാനിതുപോലെ സ്ഥലത്തില്ല എന്ന് പറഞ്ഞ് മെയിൽ അയക്കുന്നു. ഞാൻ തിരിച്ച് വെക്കേഷനൊക്കെ കഴിഞ്ഞ് മെയ് 9-ാം തീയതി കാനഡയിലോട്ട് ലാൻഡ് ചെയ്യുവാണ്. അപ്പം ഞാൻ വാൻകൂവർ എയർപോർട്ടിൽ ഇരുന്നപ്പം എനിക്ക് മെയിൽ വരുവാണ്, നിങ്ങൾ കാനഡയിൽ എത്തിയെങ്കിൽ പോർട്ടൽ റിക്വസ്റ്റിന് റിപ്ലൈ ചെയ്യ് എന്ന് പറഞ്ഞ് വരുമോ. സെയിം ക്വസ്റ്റ്യൻസ്, ഇൻസൈഡ് കാനഡയാണോ, പേരെന്താ, ഐയുടെ കളർ എന്താ, അങ്ങനെ എന്തൊക്കെയോ കുറേ ക്വസ്റ്റ്യൻസ്, ഹൈറ്റ് വെയിറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പം ഞാൻ എത്തിയിട്ടില്ല, വാൻകൂവർ എത്തിയിട്ടേ ഉള്ളൂ. അപ്പം ഞാൻ വെച്ചാൽ വീട്ടിലൊക്കെ എത്തിയിട്ട് സമാധാനത്തിൽ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ വീട്ടിലെത്തി കഴിഞ്ഞപ്പോൾ ഞാൻ റിപ്ലൈ ചെയ്തു. വീട്ടിൽ വന്നിട്ട് ഭയങ്കര ഹാപ്പി ആയിട്ട് റിപ്ലൈ കൊടുക്കുന്നു, ഞാൻ കാനഡയുടെ ഉള്ളിലാണെന്നുള്ള രീതിയിൽ റിപ്ലൈ കൊടുക്കുന്നു. അങ്ങനെ എൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും എല്ലാം കൊടുക്കുന്നു. അത് കഴിഞ്ഞ് കറക്റ്റ് ഒരു 1 വീക്ക് കഴിഞ്ഞപ്പോൾ അടുത്ത പോർട്ടൽ ഓപ്പൺ ആയി. അതായത് എൻ്റെ ഫോട്ടോ, നമ്മുടെ PR കാർഡിൽ കൊടുക്കാനുള്ള ഫോട്ടോയും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ടുള്ള ഒരു റിക്വസ്റ്റ് അടുത്തത് വന്നു. അതും വന്നു കഴിഞ്ഞു. ഇനിയുള്ള സാധനം എന്ന് വെച്ചാൽ COPR വരിക എന്നുള്ളതാണ്. അത് അങ്ങനെ 1 വീക്ക് കഴിഞ്ഞപ്പോൾ COPR വന്നു. COPR എന്ന് പറയുമ്പം കൺഫർമേഷൻ ഓഫ് പെർമനൻറ്റ് റെസിഡൻസി എന്നാണ്. അപ്പം അത് വന്നപ്പോൾ നമുക്കൊരു മെയിലാണ് വരുന്നത്. അത് ഞാൻ വന്ന ടൈമിൽ സ്ക്രീൻഷോട്ടൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു ഇൻസ്റ്റാഗ്രാമിലും വാട്സപ്പിലും ഒക്കെ. അപ്പോൾ അന്ന് എനിക്ക് കിട്ടിയ ഒരു മെസ്സേജ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടല്ലോ, എനിക്കറിയത്തില്ല, നമ്മുടെ ബർത്ത്ഡേസ് അല്ലെങ്കിൽ വെഡിങ് ആനിവേഴ്സറി അല്ലെങ്കിൽ മോൻ്റെ ബർത്ത്ഡേ ഒക്കെ വരുമ്പോഴാണല്ലോ നമുക്ക് ആൾക്കാർ കൂടുതൽ മെസ്സേജ് അയക്കുന്നത്, അതായത് വിഷസ് പറയാനൊക്കെയാണല്ലോ. പക്ഷേ ഈ സാധനം ഞാൻ ഈ കൺഫർമേഷൻ്റെ ആ മെയിൽ ജസ്റ്റ് സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ മെസ്സേജ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. എന്തോരോ ആൾക്കാർ, അതായത് ഇത്രയും ആൾക്കാർ അതിനെ കൺഗ്രാറ്റ്സ് പറയുകയും ഒക്കെ ചെയ്തപ്പോൾ എനിക്ക് ഭയങ്കര അതിശയം തോന്നി. അപ്പോൾ COPR വന്നു കഴിഞ്ഞാൽ ഇനി ഒരു 1.5 മാസമായിരുന്നു ആ ടൈമിൽ വെയിറ്റിംഗ് പീരീഡ് എന്താ നമ്മുടെ PR കാർഡ് കിട്ടാൻ. അപ്പോൾ അത് കിട്ടാനാണല്ലോ നമ്മൾ ഈ ഇങ്ങനെ 1.5 മാസം നോക്കിയിരുന്ന് PR കാർഡ് വരാൻ വേണ്ടിയിട്ട് എന്നും പോയി മെയിൽ ബോക്സ് ചുമ്മാ തുറന്നു നോക്കും, വന്നോ രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ട് എല്ലാം തുറന്നു നോക്കും. വരാൻ 1.5 മാസം എടുക്കുമെന്നറിയെങ്കിലും ഒരു ആകാംക്ഷ കാരണം ഇങ്ങനെ എന്നും പോയി തുറന്നു നോക്കും. അങ്ങനെ ഏകദേശം 1.5 മാസമായപ്പോൾ ഞാൻ ഇങ്ങനെ തുറന്നപ്പം അതിനകത്ത് ഇങ്ങനെ 2 കാർഡുകളൊക്കെ ഞാൻ കണ്ടു. പക്ഷെ ഞാനത് എടുത്തില്ല. എനിക്കത് ഒറ്റയ്ക്ക് എടുത്ത് അങ്ങനെ ആക്കാൻ ആഗ്രഹമില്ലായിരുന്നു. ഞാൻ ഹസ്ബൻഡ് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്, ജോലി കഴിഞ്ഞ് വരാൻ വേണ്ടി, 2 പേർ കൂടെ പോയി ഒരുമിച്ച് എടുക്കാമല്ലോ. അപ്പോൾ എനിക്കത് എടുക്കുന്ന വീഡിയോ എടുക്കണം, അങ്ങനെയൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഒരുപാട് ആൾക്കാരെ കണ്ടിട്ടുണ്ട് ഈ മെയിൽ ബോക്സിൽ നിന്ന് നമ്മുടെ PR കാർഡ് എടുക്കുന്ന വീഡിയോ. അപ്പോൾ എനിക്കും അങ്ങനെ ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു. ഹാർഡ് വർക്കാണ് അതിൻ്റെ, കഷ്ടപ്പെട്ടില്ല ഇതിന് വേണ്ടിയിട്ട്. ലാസ്റ്റ് അത് അങ്ങനെ കിട്ടി. അങ്ങനെ എനിക്ക് ഫൈനലി എൻ്റെ PR കാർഡ് കിട്ടി. ഇത്രയേ ഉള്ളൂ കാർഡാകെ, ചെറിയൊരു കാർഡാണ്. പക്ഷേ ഇതിൽ വാലിഡിറ്റി ഉണ്ട്, അതായത് 5 വർഷത്തേക്കുള്ള കാർഡായി കിട്ടിയേക്കുന്നത്. അപ്പോൾ 5 വർഷം കഴിയുമ്പോൾ നമുക്ക് അടുത്ത 5 വർഷത്തേക്ക് വീണ്ടും കിട്ടും. അത് കിട്ടാനും കുറച്ച് ക്രൈറ്റീരിയാസ് ഉണ്ട്, അതായത് കാനഡയിൽ ഇത്ര നാൾ സ്റ്റേ ചെയ്യണമെന്നൊക്കെ ഉണ്ട്. അപ്പോൾ COPR വന്നപ്പോൾ ഞാൻ ആ സ്റ്റോറിയൊക്കെ ഇട്ടപ്പോൾ നമുക്കുള്ളിലൊരു സന്തോഷമായിരുന്നു. പക്ഷേ ഫിസിക്കലി കാർഡ് കണ്ടപ്പോൾ ഉള്ള എൻ്റെ റിയാക്ഷൻ ഞാനിവിടെ കൊടുക്കാം. ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി. ഞാൻ തുള്ളിച്ചാടി എടുക്കണമെന്ന് വിചാരിച്ചൊരു വീഡിയോ ആയിരുന്നത്. പക്ഷേ ആ എൻവലപ്പ് ഓപ്പൺ ചെയ്ത് ആ PR കാർഡ് ഫസ്റ്റ് ടൈം കണ്ടപ്പോൾ ഉണ്ടല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് പോയി. ഞാൻ ഭയങ്കര ഇമോഷണലായി. കാരണം ഞാൻ Day 1 തൊട്ട് സ്ട്രഗിൾ ചെയ്ത കാര്യങ്ങളും എല്ലാം എനിക്ക് ഓർമ്മ വന്നു. ഞാൻ അവിടെ ഉണ്ടായതിൽ ചെയ്ത ജോലികളൊക്കെയാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് പെട്ടെന്ന് ആ കാർഡ് എൻ്റെ കൈ കിട്ടിയപ്പം.
അപ്പം ഞാൻ അറിയാതെ ഇമോഷണലായി പോയി. അപ്പം ഞാൻ ഭയങ്കര ഇമോഷണലായിപ്പോയി. അപ്പം ഞാൻ പറഞ്ഞു ഹസ്ബൻഡിനോട് അത് ഷൂട്ട് ചെയ്യല്ലേ എന്ന് പറഞ്ഞു. പക്ഷെ പുള്ളിക്കാരൻ അത് ഷൂട്ട് ചെയ്തായിരുന്നു. അപ്പം ഞാൻ അതിൻ്റെ ചെറിയൊരു ഭാഗമായിരുന്നു ഷെയർ ചെയ്തിരുന്നത്. കാരണം അപ്പം ആ വീഡിയോ ഇട്ടപ്പോഴാണെങ്കിൽ ഒരുപാട് പേര് കാണുകയും നമ്മളെ വിഷ് ചെയ്യുകയൊക്കെ ചെയ്തു. ഞാനും ഭയങ്കര ഹാപ്പിയായി. കാരണം എനിക്ക് ഇതിൽ കൂടുതലൊന്നും വേണ്ട. ഞാൻ വന്നതിൻ്റെ ഒരു ലക്ഷ്യം ഞാൻ പൂർത്തീകരിച്ച പോലെ ആയിരുന്നു എനിക്ക് ആ ഒരു ഫീൽ, ആ സാധനം കിട്ടിയപ്പം. പിന്നത്തെ എൻ്റെ ഒരു സന്തോഷം എന്താണെന്ന് വെച്ചാൽ മോൻ ആ ടൈമിൽ 4.5 വയസ്സേ ഉള്ളൂ. അപ്പോൾ അവനും PR കിട്ടി, PR കാർഡ് കിട്ടി. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ കാനഡ പോലെ ഇത്രയും വലിയൊരു കൺട്രിയിൽ അവനൊരു പെർമനൻറ്റ് റെസിഡൻ്റ് ആകാൻ അവനെ ഹെൽപ്പ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര പ്രൗഡാണ് ആ കാര്യത്തിൽ. അപ്പോൾ ഹസ്ബൻഡിന് ഇപ്പം PR ഇല്ല, ആൾ വർക്ക് പെർമിറ്റിൽ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്. പക്ഷേ ആളുടെ പേപ്പറും കാര്യങ്ങളും എല്ലാം വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ വെച്ചേക്കുന്ന പ്രോസസ്സ് വേറെയാണ്. അതായത് ഞാൻ ആളെ സ്പോൺസർ ചെയ്യുന്ന പോലെയാണ് വെച്ചേക്കുന്നത്. അപ്പോൾ അതിൻ്റെ റിസൾട്ട് എന്താകുമെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ അതിനെക്കുറിച്ച് അധികം അങ്ങനെ ടെൻഷൻ അടിക്കുന്നില്ല. നന്നായിട്ട് വരുമെന്ന് തന്നെ വിചാരിക്കുന്നു. അപ്പോൾ ഇങ്ങനെയായിരുന്നു എൻ്റെ ഒരു PR ജേർണി. അപ്പോൾ എനിക്കിതിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളിപ്പം വേണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കാര്യവും കിട്ടും. അതിൽ ഹാർഡ് വർക്ക് കാണും, ലക്ക് കാണും, പ്രേയേഴ്സ് കാണും, എല്ലാം കാണും. അപ്പം എനിക്ക് ആ ഇൻവിറ്റേഷൻ കിട്ടിയ ടൈമിൽ ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതിരിക്കുന്ന ഒരു ടൈമിലല്ല എനിക്ക് കിട്ടിയത്. കാരണം ഞാൻ ഒരു എഫേർട്ടും ഇട്ടിട്ടില്ലല്ലോ അതിന് വേണ്ടിയിട്ട് ആ കിട്ടിയ സമയത്ത്. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് എനിക്കത് കിട്ടാനപ്പം കാരണം ഞാൻ ആ 2 ഇയേഴ്സ് ആയിട്ട് ഇതിന് വേണ്ടി എടുക്കുന്ന ആ എഫേർട്ടും കാര്യങ്ങളും ഒക്കെ കൊണ്ടായിരിക്കാം. കാരണം ഞാൻ ആ റിസ്ക് എടുത്ത് ഇവിടെ വന്നു, പിന്നീട് ഞാൻ ചെയ്ത കാര്യങ്ങളും എല്ലാം കൊണ്ടായിരിക്കാം എനിക്കത്ര എഫേർട്ട്ലെസ് ആയിട്ടത് കിട്ടിയെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കറിയത്തില്ല 6.5 സ്കോർ കൊണ്ട് മാത്രം CRS പോയിന്റ് 518 കിട്ടിയ ആരെങ്കിലും ഉണ്ടോ, അല്ലെങ്കിൽ ഇൻവിറ്റേഷൻ കിട്ടിയവരുണ്ടോ എന്നൊക്കെ എനിക്കറിയത്തില്ല. കാരണം IELTS പോലും എനിക്ക് അത്ര കഷ്ടപ്പെടേണ്ടി വന്നില്ല. 2 പ്രാവശ്യം എഴുതിയിട്ടേ ഉള്ളൂ. എനിക്കറിയാവുന്ന എൻ്റെ ഫ്രണ്ട്സൊക്കെ 7, 8, 9, 10 പ്രാവശ്യം വരെ IELTS എഴുതുന്നുണ്ട്, കാരണം ആ സ്കോർ മീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്നെ അതുപോലും കഷ്ടപ്പെടുത്തിയിട്ടില്ല. 2 പ്രാവശ്യം എഴുതി, എന്നാൽ വലിയ സ്കോറുണ്ടോ അതും ഇല്ല. അപ്പം അതുപോലും എനിക്കങ്ങനെ വലുതായിട്ട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ല. ഒന്നിനും കഷ്ടപ്പെടേണ്ടി വന്നില്ല ലാസ്റ്റ് ടൈമിൽ. അതിന് മുന്നേ നന്നായിട്ട് കഷ്ടപ്പെട്ടെങ്കിലും ലാസ്റ്റ് ടൈമിൽ എനിക്ക് പ്രത്യേകിച്ച് ഒരുപാട് എഫേർട്ട് ഇടേണ്ടി വന്നിട്ടില്ല. ഞാൻ നേരത്തെ ചെയ്തു വെച്ച കാര്യങ്ങളുടെ എല്ലാം കൊണ്ടായിരിക്കും, ഹാർഡ് വർക്കിൻ്റെ കൊണ്ടായിരിക്കും കിട്ടിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പിന്നെ എന്തായാലും ലക്കും ഒരു ഫാക്ടറുണ്ട്. കാരണം ഈ LMAയുടെ പോയിൻറ്റ്സ് കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ, എനിക്ക് ഇൻവിറ്റേഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ ഈ LMAയുടെ 50 പോയിൻറ്റ്സ് എടുത്ത് കളഞ്ഞു. കുറേ റൂൾ ചേഞ്ചായി. അപ്പോൾ ആ റൂൾ ചേഞ്ച് ആകുന്നതിനെല്ലാം മുന്നേ എനിക്കത് കിട്ടിയതുള്ളതാണ്. അപ്പം കാര്യങ്ങളൊക്കെ കിട്ടാൻ കാരണം നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്തെങ്കിലല്ലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടത്തുള്ളൂ. അപ്പം അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നു. പിന്നെ അടുത്ത കാര്യം, ഈ PR കിട്ടിയോണ്ട് എന്താണ് ഗുണം, എന്തെങ്കിലും ഗുണമുണ്ടോ എന്ന് ചോദിച്ചാൽ, ശരിക്കും പറഞ്ഞാൽ ഒരു PR കിട്ടിയ ഒരു 10-15 ദിവസം എനിക്ക് ആ ഒരു എക്സൈറ്റ്മെൻറ്റ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞു. അത് പേഴ്സിൽ ജസ്റ്റ് വെക്കുന്ന ഒരു ബാക്കിയുള്ള ID കാർഡ് പോലെ വെക്കുന്ന ഒരു ജസ്റ്റ് ഒരു സാധനം പോലെ എനിക്ക് തോന്നുള്ളൂ. കാരണം എനിക്കൊരു PR ഉണ്ടെന്ന് പറഞ്ഞ് വേറെ സംഭവങ്ങളൊന്നും മാറുന്നില്ല. നമുക്ക് ലീഗലി കാനഡയിൽ എത്ര വേണമെങ്കിലും സ്റ്റേ ചെയ്യാം എന്നുള്ളൊരു കാര്യം മാത്രമേ ഉള്ളൂ. മറ്റേതുപോലെ വർക്ക് പെർമിറ്റ് തീരുന്നു, എക്സ്പയർ ആകുന്നു, അങ്ങനത്തെ സംഭവങ്ങളിലൊന്നും നമുക്ക് ടെൻഷൻ അടിക്കണ്ട. നമുക്ക് എത്ര നാൾ വേണമെങ്കിലും ഇവിടെ നിന്ന് നിൽക്കാം. ആ ഒരു കാര്യത്തിലുള്ള ഷ്യൂരിറ്റി ഉണ്ട്. പക്ഷേ നമ്മുടെ സ്റ്റാറ്റസ് മാറി, അതായത് ടെമ്പററി റെസിഡൻ്റ് എന്നുള്ളത് പെർമനൻ്റ് ആയി. ആ ഒരു ചേഞ്ച് വന്നല്ലാതെ വേറെ ചേഞ്ചൊന്നും എനിക്ക് പ്രത്യേകിച്ച് ഫീൽ ചെയ്യുന്നില്ല. പിന്നെ ചില ജോലികൾക്ക് അപ്ലൈ ചെയ്യുമ്പോൾ PR മസ്റ്റാന്ന് പറയുന്നുണ്ട്. അല്ലാതെ നമുക്ക് PR ഉണ്ടെന്ന് പറഞ്ഞ് ഇനി PR ഉണ്ടല്ലോ അപ്പം വേറെന്തോ ഭയങ്കര ലെവലായി, അങ്ങനെയൊരു സംഭവങ്ങളൊന്നുമില്ല. അങ്ങനെയാണ് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് കാനഡയിലോട്ട് പഠിക്കാൻ വന്ന ഞാൻ ഇപ്പോൾ ഒരു പെർമനൻറ്റ് റെസിഡൻ്റ് ആയത്. അപ്പോൾ ഇതായിരുന്നു എൻ്റെ ഒരു ജേർണി. പിന്നെ എന്നെപ്പോലെ ഇങ്ങനെ സെയിം റിസ്ക് എടുത്തിട്ട് കിട്ടാതെ നാട്ടിൽ പോയ ഫ്രണ്ട്സും എനിക്കുണ്ട്. അപ്പോൾ അത് ചിലപ്പോൾ അവർക്ക് ശരിയായില്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞത്, എല്ലാവർക്കും ഇത് ശരിയാകണമെന്നില്ല. ചിലർക്ക് ഓക്കെ ആവും, ചിലർക്ക് ഓക്കെ ആവാതിരിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ കാരണക്കാർ നമ്മളല്ല, നമ്മളുടെ ഭാഗ്യവും എല്ലാം കൂടെയാണ് അതിനെ ഡിപ്പെൻഡ് ചെയ്യുന്നത്. അപ്പോൾ എന്ത് പ്രശ്നം ഇതിൻ്റെ പേരിൽ വന്നാലും നമ്മൾ നേരിടാൻ ഓക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇറങ്ങിത്തിരിക്കാവുള്ളൂ. അതിൻ്റെ കൂടെ ഞാൻ ഒരു കാര്യം പറയുകയാണേ, കാരണം ഈ ഡയറക്റ്റ് PR കിട്ടി വന്ന കുറേ ആൾക്കാർ കാണുമല്ലോ, നാട്ടിൽ നിന്നേ ഡയറക്റ്റ് അങ്ങനെ വന്നവർ. അപ്പം അങ്ങനെ ഒരു ഫ്രണ്ട് എനിക്കുണ്ട്. അപ്പം ഞാൻ ആളോട് പറഞ്ഞ് ഇങ്ങനെ എനിക്ക് PR കിട്ടിയായിരുന്നു, കാർഡൊക്കെ കിട്ടിയായിരുന്നു എന്നൊക്കെ ഞാൻ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ഉടനെ എന്നോട് പറയുക, ഞാൻ കണ്ടായിരുന്നു, എന്തൊരു ഷോ ആടേ, PR കാർഡ് കിട്ടിയതിന് ഇത്ര കരയാൻ വേണ്ടി എന്തുവാ ഇത്ര ഷോ കാണിക്കുന്നത് എന്തിനാന്നൊക്കെ എന്നോട് ചോദിച്ചു. അത് കേട്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. കാരണം ശരിക്കും പറഞ്ഞാൽ ഇവർക്ക് ഈ കാനഡയിലാണെങ്കിലും നമ്മളൊരു ഇമിഗ്രേഷൻ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യം ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് അറിയത്തില്ല. അത് അവരുടെ കുറ്റമല്ല, അവർ അതിൽ കൂടെ ഗോ ത്രൂ ചെയ്തിട്ടില്ല, അവരതിൽ ബോധേഡല്ല. അപ്പം വേറൊരാൾക്കൊരു സാധനം കിട്ടിയെന്ന് പറഞ്ഞാലും അവരത് എത്രത്തോളം കഷ്ടപ്പെട്ടിട്ട് അവർക്ക് കിട്ടിയെന്നൊന്നും അവർക്കറിയത്തില്ല.
അവർ ശരിക്കും ഇതിനെ ഒരു ഷോ ഓഫ് പോലെയാണ് പറയുന്നത്. ഒരു കൈൻഡ് ഓഫ് പുച്ഛം പോലെയാണ് തോന്നിയത്. പക്ഷെ ഒരു സ്റ്റുഡൻ്റായിട്ട് വന്ന ഒരാൾക്കും അതിനെ ഒരു ഷോ ഓഫ് എന്ന് പറയാൻ പറ്റുമെന്ന് എനിക്കറിയത്തില്ല. കാരണം ഓരോരുത്തരുടെയും സ്റ്റോറി ഡിഫറെൻ്റ് ആയിരിക്കും. ചിലർക്ക് ഭയങ്കര സിമ്പിളായിട്ട് കിട്ടിയവർ കാണും, അല്ലെങ്കിൽ ഇപ്പോൾ PR ഉള്ള ഒരാളെ കല്യാണം കഴിച്ച് കിട്ടുന്നവർ കാണും, അല്ലെങ്കിൽ വൈഫിന് PR ഉണ്ടെങ്കിൽ ഹസ്ബൻഡിന് കിട്ടിയവർ കാണും. അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷേ ഇത് സ്റ്റാർട്ടിങ് തൊട്ട് എല്ലാ കാര്യങ്ങളും ഒറ്റയ്ക്ക് ചെയ്ത് ഒറ്റയ്ക്ക് PR കിട്ടിയവർക്ക് അതിൻ്റെ മനസ്സിലാവും അതൊരു ഷോ ഓഫ് അല്ലെന്നത്. എനിക്ക് തോന്നുന്നു ഇത് ശരിക്കും ഒരു ആനന്ദ കണ്ണുനീരായിരിക്കും. എനിക്ക് ഈ വീഡിയോയിൽ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറയാനുള്ളത് എൻ്റെ എംപ്ലോയറിനോടാണ്. കാരണം ആളെനിക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് തന്നില്ലായിരുന്നെങ്കിൽ എനിക്ക് ഒരിക്കലും ഈ PR ഒന്നും കിട്ടത്തില്ലായിരുന്നു. അപ്പോൾ അതൊരു ഫസ്റ്റ് ഫാക്ടറാണ്. പിന്നെ എല്ലാത്തിനും എന്നെ സപ്പോർട്ട് ചെയ്ത് എൻ്റെ ഹസ്ബൻഡ്. കാരണം എന്ത് പ്രശ്നം വന്നാലും അത് നമ്മളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്ത് ഓക്കെ ആക്കിക്കൊണ്ടിരുന്ന എൻ്റെ ഹസ്ബൻഡായിരുന്നു. പിന്നെ എൻ്റെ പേരൻസ് ആണെങ്കിലും എനിക്ക് ശരിക്കും അറിയത്തില്ല ഏതൊക്കെ അമ്പലങ്ങളിലാണ് എൻ്റെ അച്ഛനും അമ്മയും എനിക്ക് വേണ്ടി നേർന്നിട്ടുള്ളതെന്ന് PR കിട്ടാൻ വേണ്ടിയിട്ട്. കാരണം അവർ നാട്ടിലാണെങ്കിൽ പോലും അവർക്ക് PR എന്തോന്ന് കറക്റ്റായിട്ട് അറിയത്തില്ലെങ്കിലും PR എന്ന് കേട്ട് അവരെവിടെ പോയാലും പ്രാർത്ഥിക്കുന്നത് PR കിട്ടണമെന്നായിരുന്നു. അപ്പം അവരോടൊക്കെയാണ് എനിക്ക് ഈ വീഡിയോയിൽ നന്ദി പറയാനുള്ളത്. അപ്പോൾ അടുത്തൊരു കണ്ടൻറ്റുമായിട്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും ബൈ ബൈ. ലൈൻ കട്ട്.